CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുര വേദിയാവുകയാണ്. മധുരയിലെ പാർട്ടി കോൺഗ്രസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് മധുരയിലേക്ക് എത്തുന്നത്. കേരളത്തിലെ കാസർഗോഡ് നിന്നും കുറച്ച് സഖാക്കൾ ഇവിടെ മധുരയിൽ പാർട്ടി സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. മധുരയിൽ വന്നപ്പോൾ മുമ്പേ മുതലയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ആവശ്യത്തോടുകൂടി നമ്മൾ വന്നിരിക്കും. ഇന്നലെ ഞങ്ങൾ ചെങ്ങന്നൂർ തൃച്ചി വന്ന് ഹോൾട്ട് ചെയ്തു. ഇന്ന് കാലത്ത് ഇവിടെ എത്തി സമ്മേളന നഗരിയൊക്കെ കണ്ടു. ടൗണൊക്കെ ഒന്ന് കറങ്ങി. വളരെ ആവേശകരമായി തോന്നി. കാരണം തമിഴ്നാട്ടിലെ മധുരയിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ സഹാക്കൾ ഈ സമ്മേളനം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് ഈ പാർട്ടിയോടുള്ള പ്രതീക്ഷ, പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങളും നയപരമായ കാര്യങ്ങളും ഭാവിയിൽ ഈ പാർട്ടി ഏത് രീതിയിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ചലനം സൃഷ്ടിക്കുന്നതൊക്കെ അറിയാനുള്ള ഈ പുതിയ തലമുറ കാത്തുനിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ആകാംക്ഷയാണ് എന്തായിരിക്കും ഈ പാർട്ടി ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ അത് വേണ്ടി നമ്മളൊക്കെ ലോക്കൽ കമ്മിറ്റിയിലും അതുപോലെ തന്നെ ബ്രാഞ്ചുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൂല്യം ഉൾക്കൊണ്ട് വേണം ഞങ്ങൾക്ക് അടുത്തിട്ട് ഇതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എന്തായാലും തീരുമാനം ഉണ്ടാവും. ആ രീതിയിൽ ഇപ്പം ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. ആ രീതിയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കും. അതിനൊരു ആവേശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാസർഗോഡ് നിന്ന് ചെറുവത്തൂരിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ സമ്മേളനം കഴിയുന്നവരെ ഇവിടെ ഉണ്ടാകും. പിന്നെ അല്ലാതെ നമുക്ക് പാർട്ടി സമ്മേളനമൊക്കെ വിട്ടിട്ട് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എമ്പുരാൻ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അല്ല, എമ്പുരാനെ കുറിച്ചിട്ട് ഇപ്പം മാധ്യമങ്ങൾക്ക് ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. കാരണം വെച്ചാൽ കലയുടേതായ വിഷയങ്ങളിലൊക്കെ തന്നെ വിടണം. കലയും പിന്നെ ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഈ മതവും കൂട്ടിക്കലർത്തുന്നത് ഒരിക്കലും യോജിപ്പില്ല. കലയൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു വേദിയുണ്ട്, അല്ലെങ്കിൽ ഒരു റേഞ്ചുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണം കല ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എമ്പുരാൻ കണ്ടു. ആദ്യ ദിവസം തന്നെ റിലീസ് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ്. നല്ലൊരു ഫിലിമായി തോന്നി. പൃഥ്വിരാജ് പോലെയുള്ള ഒരു നടന് ഈ രീതിയിൽ ഒരു സംവിധാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം എടുക്കാൻ കഴിയുമെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ്. അതിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് വെറും രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അജണ്ടയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ച ഇത് മാത്രമാണ് കാണിക്കുന്നത്. മധുരയിൽ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടൗൺ സ്ഥലം കാണണം, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. മധുര മീനാക്ഷേത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് കാണണം. എല്ലാം ഈ നമുക്ക് ഗ്യാപ്പ് കിട്ടുമല്ലോ, ഗ്യാപ്പിലൊക്കെ പോയിട്ട് കാണണം. സമ്മേളനമൊക്കെ കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആവേശമായി ഇനി മുന്നോട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട്, വളർന്നു വരുന്ന നവഫാസിസത്തെ ചെറുക്കുവാൻ വേണ്ടി പാർട്ടി എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത്, അതിനടുത്തട്ടിൽ എന്ത് പ്രവർത്തനങ്ങളാണ് തങ്ങൾ നടത്തേണ്ടത് എന്ന് നേരത്തെ അറിയുവാൻ വേണ്ടിയിട്ട് പാർട്ടി കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സഖാക്കൾ. ഇവരുടെ വേദി കൂടിയാണ് 24-ാം പാർട്ടി കോൺഗ്രസ്. ഇവരൊക്കെയാണ് ഈ പാർട്ടിനെ, CPIM എന്ന് പറയുന്ന പാർട്ടിനെ ശക്തിപ്പെടുത്തുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.